നമസ്കാരം. ഏതാണ്ടൊരു 2:30 മണിക്ക് ശേഷം ഇങ്ങോട്ട് സമയം 4:30 ആകുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നല്ലോ PV അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ. എന്നിട്ട് എന്തായി? എന്തൊരു പറയാൻ. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളെ പിണറായി സഖാവ് സെക്രട്ടേറിയറ്റിൽ നമ്മളെ മീഡിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടത്. അദ്ദേഹം വളരെ ഇന്ന് വരെ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ, പിണറായി സഖാവ് നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഇത്രയും സന്തോഷത്തോടെ സംസാരിച്ച് അദ്ദേഹം വേറൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അതിന് ബദലായിട്ടാണ് നമ്മളെ പ്രിയപ്പെട്ട അൻവറിനായി PV അൻവർ, അദ്ദേഹം സഖാവെന്ന് തന്നെ അദ്ദേഹത്തിന് പറയുന്ന ആളാണ്, അദ്ദേഹം നിലമ്പൂർ പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരൊറ്റ ഉത്തരത്തിന് മാത്രമായിരുന്നു അവിടുത്തെ പത്രക്കാരന്മാരെല്ലാം ഇരുന്നത്. നമ്മളെ ഏഷ്യാനെറ്റിലെ പിന്നെ കിടു ആയിട്ടുള്ള റിപ്പോർട്ടർമാർ മുതൽ ഇങ്ങേയറ്റം റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോഴത്തെ എല്ലാ പുലികളും ആ ചർച്ചയിലും ഉണ്ടായിരുന്നു കേട്ടാ. എന്നാൽ അണ്ണൻ രാജിവെക്കുമോ, അൻവർ അണ്ണൻ രാജിവെക്കുമോ എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ചോദ്യം. അൻവർ അണ്ണൻ LDF വിടുവോ എന്നുള്ളതും അവർക്ക് അറിയേണ്ടതായിരുന്നു. പക്ഷേ അൻവർ അണ്ണൻ MLA സ്ഥാനവും രാജിവെക്കില്ല, LDF പോകില്ല, UDF അണ്ണൻ പോകില്ല. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞ്, പിണറായി വിജയ സഖാവ് ആണ് ഈ കേരളത്തിലെ അവസാനത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്നാണ്. ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇരട്ടച്ചങ്കാണ്, അങ്ങേരെ ഇരട്ടച്ചങ്കാണ് ഇങ്ങേര് വലിച്ച് കീറിയത്. പിന്നെ രണ്ടാമത് നിലമ്പൂരിൽ നിന്നാണ് ഇങ്ങേര് ജയിച്ചിരിക്കുന്നത് അല്ലേ? ഈ നിലമ്പൂർ MLA ഈ പാർട്ടി ഈ കഴിഞ്ഞ ദിവസം അങ്ങേരെ വിലക്കിയിരുന്നു. പാർട്ടി വിലക്കെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അങ്ങേരുന്ന് അവിടെ പത്രസമ്മേളനം നടത്തിയത്. അങ്ങേർക്ക് ഒരു പേടിയില്ലായിരുന്നു, ഒരു ഭയമില്ലായിരുന്നു ചെല്ലക്കളി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വരുന്ന 4-ാം തീയതി നിയമസഭ കൂടാൻ പോവുകയാണ്. അപ്പോൾ നിയമസഭ കൂടാൻ പോകുമ്പോഴത്തേക്ക് ഈ കൂടാൻ പോണ നിയമസഭയിൽ അങ്ങേര് പത്രക്കാർ ചോദിച്ച്, നിങ്ങൾ ഇടതുപക്ഷത്തിരിക്കുവോ അതേ നിങ്ങൾ മാറി ഇനി വലതുപക്ഷത്തിരിക്കുമോ? അപ്പോൾ അങ്ങേര് തമാശ രൂപേണ അങ്ങേര് പറഞ്ഞെന്തിരെന്നറിയോ, ഞാൻ രണ്ടിൻ്റെ നടുക്കിരിക്കുമെന്ന്. പിന്നെ ഇതിൽ അദ്ദേഹം ഒരു വലിയ വെടി അദ്ദേഹം പൊട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുക്കൾ ആരൊക്കെയാണ്? ഈ പറയുന്ന ADGP അജിത് കുമാറും പിന്നെ നമ്മളെ ശശിയാണ്, സഖാവ് ശശി. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏറ്റവും മാതൃകാപരമെന്ന് പറഞ്ഞ ആളിനെയാണ് ഇങ്ങേര് ഇപ്പോൾ ഈ കടുത്ത വിമർശിച്ചിരിക്കുന്നത്. അതായത് ശശി അണ്ണനും അജിത് കുമാറും കൂടെ, നമ്മളെ ADGP അജിത് കുമാറും കൂടെ നടത്തിയ സ്വർണ്ണവേട്ട, അതായത് കേരളത്തിലെ പോലീസ് നടത്തിയ സ്വർണ്ണവേട്ടയുടെ വീഡിയോ അന്ന് അവിടെ പ്രദർശിപ്പിച്ച്. അൻവർ സഖാവ് അവിടെ പ്രദർശിപ്പിച്ച്. അൻവർ സഖാവ് വീഡിയോ പ്രദർശിപ്പിച്ചെന്ന്? അതെ, അൻവർ അണ്ണൻ അവിടെ 2 വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത്. ആ 2 വീഡിയോയിലും പോലീസുകാർ സ്വർണം പൊട്ടിക്കണേൻ്റെ സർവ്വ രഹസ്യങ്ങളും, പോലീസുകാർ സ്വർണം പൊട്ടിച്ച 2 കുടുംബത്തെക്കുറിച്ചാണ് അവിടെ വന്നിരുന്ന് 2 പേര് പറഞ്ഞത്. ഒന്നിൽ ഒരു പയ്യനും അവൻ്റെ ഉമ്മയും കൂടെ വന്നിരുന്ന് സംസാരിച്ച്, ഒന്നിൽ വേറൊരു ചെറുപ്പക്കാരനും അവൻ്റെ ഭാര്യയും കൂടെ വന്നിരുന്ന് സംസാരിച്ച്. അപ്പോൾ അന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരനെന്നാണ് എന്ന രീതിയിലാണ് സംസാരിച്ചത്. അതിനുള്ള ഉത്തരം ആണ് ഇന്ന് നമ്മൾ അൻവറിനെ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ആ അൻവറണ്ണൻ മുഖ്യമന്ത്രി അവിടെ പത്രസമ്മേളനത്തിൽ എന്തെല്ലാം അൻവറണ്ണനെ പറഞ്ഞോ അതിനെ എല്ലാം നിരുപാധികം ഖണ്ഡിക്കുന്ന രീതിയിലാണ് അങ്ങേരെ അവിടെ അതെല്ലാം സംസാരിച്ചത്. എന്തിന് പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ പത്രസമ്മേളനം മൊത്തത്തിൽ കണ്ടതിൽ നിന്ന് തോന്നിയത് അൻവറണ്ണൻ രണ്ടും കൽപ്പിച്ചാണ്. പിന്നെ അൻവറണ്ണന് ഒരു തോന്നലുണ്ട്, ഈ പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കൾ, നമ്മളെ സാധാരണ അണ്ണന്മാർ, സഖാക്കൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ആ തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അദ്ദേഹം ഈ സംസാരിക്കുന്ന അത്രയും സാധാരണ സഖാക്കൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ സാധാരണ സഖാക്കൾക്ക് വേണ്ടി അൻവർ സംസാരിച്ചാൽ ഈ സഖാക്കളെല്ലാം അൻവറിനെ വിശ്വസിക്കുമോ? എന്തോന്ന് പറയണത്? അൻവർ അല്ലെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഈ അവസരത്തിൽ പാർട്ടിയെ നന്നാക്കാനാണെങ്കിൽ അത് അൻവർ ആയാലും വേറെ ആരായിരുന്നാലും അവർ മതി എന്നാണ് ഈ പാർട്ടിയിലെ സാധാരണ സഖാക്കൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേറെ ഒന്നുകൂടെ നമ്മൾ അൻവറെണ്ണം പറഞ്ഞ്, നമ്മളെ ബഹുമാനപ്പെട്ട കൊടിയേരി സഖാവ് മരിച്ചപ്പോൾ പാവ അങ്ങേരെ ആ ശവശരീരം ഇവിടെ തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ പോലും കൊണ്ടുവച്ചില്ല. അതവിടെ നേരെ അങ്ങ് കൊണ്ടുപോയി കണ്ണൂരാണ് വെച്ചത്. അതിൽ കണ്ണൂർ ഉള്ള സഖാക്കൾ, തിരുവനന്തപുരത്തുള്ള സഖാക്കൾ ഒക്കെ
നമ്മളെ പിണറായി സഖാവിൻ്റെ ഇനി പറയാമൊന്നുമില്ലെന്നൊരു വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഇനിയിപ്പോൾ കോൺഗ്രസിലോട്ട് പോവോ, അതേ ലീഗിലോട്ട് പോവോ, അതേ ഇനി എവിടെ പോവോ, BJP പോവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്ന് ഈ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വളരെ ജോളിയായിട്ടാണ് നമ്മളെ അൻവർ അണ്ണൻ സംസാരിച്ചത്. എന്തായാലും ഇന്ന് വരെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട പിണറായി സഖാവിനെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറോ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറോ അങ്ങേറ്റ ഒരു ബ്രാഞ്ച് മെമ്പറോ പോലും ഇത്രയധികം അധിക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ആയിരുന്നാലും CPM ഇനി ഇങ്ങേറെ പേരിൽ കടുത്ത നടപടി എങ്ങനെ ആയാലും എടുക്കും. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവർ രാജിവെക്കുമോ എന്നൊരു വാക്ക് പല ചോദ്യം, അതായത് ഈ ഉച്ചയ്ക്ക് 2:30 മണി മുതൽ നമ്മളും കാത്തിരിക്കുകയാണ് ഇങ്ങനെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ രാജിവെക്കും, നീതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നീ തീ ആവണം എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തൊക്കെ ആയിരുന്നാലും എൻ്റെ പൊന്നു ചെല്ലക്കിളി, അങ്ങേര് രാജിവെച്ചില്ല. അങ്ങേര് ഇനി പറയാമൊന്നുമില്ലായിരുന്നു ശശിക്കെതിരെ, അങ്ങേര് ഇനി പറയാത്തതൊന്നുമില്ല അജിത്തിനെതിരെ. അജിത് കുമാർ എന്ന് പറയുന്ന നമ്മൾ അജിത്ത് സാറ് എത്ര ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി, എത്ര ലക്ഷം രൂപയ്ക്ക് അത് മറിച്ച് വിറ്റ്, അത് ക്യാഷായിട്ടാണ് വാങ്ങിയത്, അത് ക്യാഷായിട്ട് വാങ്ങിയതിൻ്റെ രേഖ വരെ അദ്ദേഹം കാണിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ മറ്റൊന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയനാണ് ഇപ്പം ലാസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ അങ്ങേര് ഈ PV അൻവർ ഒരു ചെല്ലക്കിളി തന്നെപ്പാ, ഒരു ചെല്ലക്കിളിയാണ്. ഇത്രയും നന്നായിട്ട് ഈ ശശിയെയും നമ്മളെ ഈ അജിത്ത് എന്ന് പറയുന്ന തെമ്മാടിയായിട്ടുള്ള, അങ്ങനെ പറയണ്ട കേട്ടോ, അജിത്ത് സാറിനെ, തെമ്മാടിയായ പോലീസുകാരനെന്ന് അജിത്ത് സാറിനെയും ഒക്കെ വിമർശിക്കാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടായില്ലേ, അത് തന്നെയാണ് നമുക്ക് അൻവറണ്ണനിൽ നിന്ന് അൻവറണ്ണൻ്റെ നിന്ന് ഈ പാർട്ടിയിലെ സാധാരണ സഖാക്കൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയണത് അൻവർ CPMൻ്റെ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞെന്നാണോ? പിന്നല്ലാതെ അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞു. അതായത് ഇവിടെ വന്നിരുന്ന നമ്മളെ ഷാജഹാൻ, ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ഷാജഹാൻ ഇല്ലേ, അങ്ങേര് ഉൾപ്പെടെ ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ് ആ പുതിയ അങ്ങ് മനസ്സിൽ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങേര് എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആക്കിയ ഞാൻ എന്ത് വന്നിരുന്നാലും എൻ്റെ MLA സ്ഥാനം ഞാൻ ഇപ്പോൾ രാജിവെക്കില്ല, 1.5 കൊല്ലം ഞാൻ MLA ആയിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കാം, അതുകൂടെ നിങ്ങൾ ഓർമ്മിക്കണം എന്നുകൂടെ അങ്ങേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെല്ലക്കിളികൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ പ്രിയപ്പെട്ട ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സഖാവ് എന്ന് പറയുന്ന പോലും നേരെ തിരിയണില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ വേറെ നമ്മുടെ കുറേ സഖാക്കൾക്ക് അൻവർ എന്ന് പറയുന്ന ആ ഒരു ഇപ്പം മറ്റേ നമ്മളെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ പറഞ്ഞിരുന്ന ഇരട്ടച്ചങ്കയും കത്തിക്കണ സൂര്യ എന്നൊക്കെ ആയിരുന്നു. അങ്ങേരെ സൂര്യശോഭയൊക്കെ പോയി എന്നാണ് ഇപ്പോൾ അൻവർ സഖാവ് പറഞ്ഞത്. അപ്പോൾ അൻവർ സഖാവല്ല കേട്ടോ, അൻവർ അണ്ണൻ. അപ്പോൾ അൻവർ അണ്ണൻ പറഞ്ഞ അനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവെ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളാരും പറയാത്തതിനേക്കാളും പറയാനുള്ളൊരു ചങ്കൂറ്റം കാണിച്ച അൻവർ എന്ന് പറയുന്ന PV അൻവർ എന്ന് പറയുന്ന MLAയുടെ കൂടെ, PV അൻവർ എന്ന MLAയുടെ കൂടെ നമുക്കൊക്കെ ഒരു ചെറിയ ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നാലും CPMനെ ഇത്രയധികം ഒരു ചലഞ്ചോടെ നിന്ന് ഒന്ന് എതിർത്തതിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ട് ചെല്ലക്കളി. അപ്പോൾ നിങ്ങൾ അൻവറിൻ്റെ കൂടെ പോവോ, പാർട്ടിയിൽ മെമ്പറായിട്ട് നിൽക്കുമോ, അതേ പിണറായി വിജയൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കോ, എന്താണ്? ഞാൻ ഈ അൻവർ പറഞ്ഞതിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അൻവർ പറഞ്ഞതിൽ കുറേ സത്യങ്ങളുണ്ട്. ശശി കള്ളനാണ്, ശശി കള്ളൻ തന്നെയാണെന്നും ഒരിക്കലും ഒരു മാതൃകയാക്കാൻ പറ്റിയവനല്ലെന്നും അൻവർ MLA പറഞ്ഞെങ്കിൽ അത് ശരി തന്നെ, അത് 100% ശരി തന്നെ. അത് നമുക്ക് എന്തായിരുന്നാലും നമുക്കൊരു കുറച്ച് ദിവസത്തിനകത്ത് ഇപ്പം അൻവർ MLA ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ഞായറാഴ്ച ഇരുന്ന് ഇവിടെ അവിടെ നിലമ്പൂർ തന്നെയാണെന്ന് തോന്നുന്നത്, അവിടെ ഒരു പത്രസമ്മേളനം നടത്തും. പത്രസമ്മേളനമല്ല, അവിടെ ഒരു പൊതുസമ്മേളനം നടത്തും. പൊതുസമ്മേളനത്തിൽ അദ്ദേഹം എല്ലാം വെട്ടി തുറന്ന് പറയും. എന്തായാലും കലക്കി എന്ന് പറഞ്ഞാൽ കലക്കി, ഒരു നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് പുള്ളി വന്ന് അങ്ങനെ ഇരുന്ന് കാണിക്കേണ്ട വീഡിയോ കാണിച്ച് അജിത് കുമാറിനെ ആദ്യം പൊളിച്ചടുക്കി, 2 വീഡിയോ അദ്ദേഹം കാണിച്ച്, പിന്നെ അജിത് കുമാറിൻ്റെ സർവ്വ കള്ളങ്ങളും അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അജിത് കുമാർ സാറിനും പിന്നെ മുഖ്യമന്ത്രി പിണറായി സാറിനും നമ്മളെ മരിച്ചുപോയ കോടിയേരി സഖാവിനെയും ഇനി അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ കടന്നു വരാത്ത ഒരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തായാലും പൊളിച്ചടുക്കി. എന്തൊക്കെ പറഞ്ഞിരുന്നാലും അണ്ണ
കാലക്കം പത്രസമ്മേളനമായിരുന്നു. അൻവർ പറയാനുള്ള എല്ലാം പറഞ്ഞ് പത്രക്കാർക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ അൻവറിനെ രാജിവെക്കൂലേ എന്നുള്ള ഒറ്റ ചോദ്യമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാജിവെക്കില്ലെന്ന് കട്ടയ്ക്ക് പറയുകയും ചെയ്ത് സഭയിൽ വരും. നാണം കെട്ട മുഖ്യമന്ത്രിക്ക് സഭയിൽ ഇരിക്കാമെന്നുണ്ടെങ്കിൽ എനിക്കിരിക്കണതിൽ ഒരു കുഴപ്പമില്ലെന്നും അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങേരെ കോൺഗ്രസ്സുകാർ എടുക്കൂലെന്നും അങ്ങേർക്കറിയാം, അതും അങ്ങേര് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ആരും എടുക്കൂലെന്ന് പറഞ്ഞു. അതെല്ലാം അങ്ങേര് വളരെ തന്മയത്വത്തോടെ പറഞ്ഞു. നമ്മളെ MMS സാറ് പിന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ കള്ള തൊണ്ടയിൽ വരെ ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ എന്തിനായിരുന്നാലും നമുക്ക് അൻവർ സഖാവിന് ഒരു ലാൽ സലാം കൊടുക്കാം. എന്തേ അത് തന്നെ.